പേടിച്ചിട്ടോ അതെന്ത് വർത്താനം? പേടിയില്ലാത്തോണ്ട് പേടിയില്ല. ന്യൂബോണ്ട് ഗുണ്ടായി സ്വഭാവം എല്ലാരും കാണും. വേറെ വിശേഷങ്ങൾ സുഖം. ബ്രോ പേരെന്താ? ഫോർച്യൂണർ ഡ്രസ് ഇരിക്കുന്ന ബ്രോ പേരെന്താ? സുകുമാൻ. ഗ്യാങ്ങാ? ഏത് ഗ്യാങ്ങാടാ? എടാ ഇവൻ തന്നെ ആള്. ആൾക്കാരൊക്കെ ഇത്ര പെട്ടെന്ന് വരുമെന്ന് അറിഞ്ഞുകൂടായിരുന്നു. ആ കയ്യൊന്ന് നോക്കോടാ മോനെ, ആ കയ്യൊന്ന് നോക്കുക, ആ കയ്യൊന്ന് നോക്കോടാ കുട്ടാ. ഒന്ന് ക്യാരി അടിച്ചടാ, വില്ലൊന്ന് ക്യാരി അടിച്ചടാ, വില്ലൊന്ന് ക്യാരി അടിച്ചേ. തൊളത്ത് കയറിക്കോ. കൊഴപ്പില്ല കൊഴപ്പില്ല, ദൈവത്തെ വിളിക്കുക, റെഡിയാക്കാം. ഞാനും റേഡിയിലൊക്കെ വിളിച്ച് പറ. കണ്ണാപ്പൻ പിള്ളേരും പിടിച്ചെന്ന് അവന്മാര് ടൗൺ അടിക്കാൻ പോയോ ടൗൺ ആയാലാണോ അത് റേഡിയോ അറിയാം? പോയാ ചോദിക്കട്ടെ. വില്ലുമോനെ ചില്ലറ കഴിയില്ല, ഞാൻ അവളെ വെച്ച് താങ്ങുമെന്ന് പറഞ്ഞു അവളുടെ അടുത്ത്. വില്ലുമോനല്ല വണ്ടി വില്ലുമോനെടുത്ത് പറയുന്നടാ നീ റേഡിയോ. MS കണക്ക് 26 TJ കിൽബില്ല് കോൾ കൊടുത്തട്ടെ. MS ഭയങ്കര സ്നേഹം കിൽബില്ല്. നോട്ട് ചെയ്ത് വെച്ചേ അവന് എന്തെങ്കിലും എനിക്ക് ഈ സാമാനം മാറ്റില്ലേ ബ്രോ. MS ഞാൻ പറഞ്ഞേ ബ്രോ. എടാ നിന്റെ പേരെന്തായിരുന്നു? എന്റെ സുകുമാൻ. ആ സുകുമാനെ കൊണ്ടുപോയി നമ്മള്. ഞാനെ കൊണ്ടുപോയി. ഞാനാ ന്യൂബോണേ, ഈ അയൽക്കൂട്ടമായിട്ട് നീ വിളിച്ചറിയണ്ട, ഞാൻ തന്നെ പറഞ്ഞോളാം. 27 23 റേഡിയോ കാണിച്ചാടാ ബ്രോ. എന്താ ഞാനേ ബ്രോ ഒരു നോട്ടീസ് ആയിട്ട് അയക്കാം. ന്യൂബോണേ, ഇത് ഞാൻ നിന്നെ ഒന്ന് കാണാൻ വരുന്നുണ്ടേ. ഭയങ്കര സ്നേഹമാണല്ലോ നിനക്ക്. എന്താ ന്യൂബോണ്ട് സ്നേഹം? നമുക്ക് തല്ലാക്കാനോ വഴക്കാക്കാനോ ഒന്നും താല്പര്യമില്ല. ആ സോറി അങ്ങ് പറഞ്ഞായിരുന്നേ പോയാ. സോറി പറയണ്ട, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ആണോ? നിന്നെ ഇവിടെ കൊണ്ടിരുത്തിയത് ഇവിടുത്തെ ലീഡർ സ്ഥാനം തരാനല്ല. ഓസ്ട്രേലിയ സോറി പറയണ. അവൻ സോറി പറയുന്നത് എന്തിനാന്ന്? നിനക്ക് പേടിയില്ലേ? എന്താ വായിട്ട് വെട്ടിത്തിനാ കേട്ടാ. സോറി പറയാൻ ഞാനൊന്നും തെറ്റ് ചെയ്തില്ല. സോറി പറഞ്ഞാ മതി. ചോക്ക് ചൂണ്ടിയാ പേടിയടങ്ങാ. സോറി പറടാ. വാർച്ചാറ്റി ഇടണോ? വാർച്ചാറ്റി ഇടണോ? എല്ലാരും കണ്ടോ? എടാ സിറ്റുവേഷൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. രാണ സംഭവം ഇത്ര രാണ, ഞാൻ മറ്റേ ഇഷ്ടത്തേട്ടിന് വേണ്ടി സിറ്റുവേഷന്റെ ഇതിൽ നിൽക്കുവായിരുന്നേ. അപ്പൊ ഒരുത്തം നോക്കിയപ്പം MS മുതുക്ക് വണ്ടി എടുത്ത് എല്ലാരും ഇടിച്ച് കയറ്റി നേരെ ഇതിന്റെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തി. അപ്പൊ ഞാൻ ചെന്ന് ചോദിച്ച് എന്താടാ കണ്ട് കാണിക്കുന്നത്? അപ്പൊ ഒന്നും പറയാം, TDMന്റെ അകത്ത് കയറിപ്പോയി. ഞാൻ പിന്നെ ഞാനതങ്ങ് വിട്ട്. അത് ഞാൻ ഇവൻ വന്നപ്പോഴത്തേക്ക് ഇവന്റെ അടുത്ത് ചോദിച്ചു. ഇവൻ പറഞ്ഞു നീ എന്തിനാണ് അങ്ങ് റേസ് ആവുന്നതെന്ന് പറഞ്ഞ് ഇവനങ്ങ് ചോദിച്ചു. ഞാനും തിരിച്ച് അതേപോലെ കുണച്ച്. ഇവൻ എന്നെ അങ്ങനെ അതിനുശേഷം കണ്ടി അത് ഇതൊക്കെ വിളിച്ച് ഇവനും തിരിച്ച് അവിടെ കിടന്ന് കുറച്ച്. പിന്നെ ഞാനതങ്ങ് വിട്ട്. ഞാൻ പിന്നെ നീലന്റെ അടുത്ത് ചോദിച്ചു, നീല എന്ത് ചെയ്യണമെന്നുള്ള ചോദിച്ചു. അവൻ പറഞ്ഞു നീ ഇടറാന്ന് പറഞ്ഞു. പിന്നെ അവനെ നേരെ മുതുക്കി വെച്ച് കിട്ടിയങ്ങ് എടുത്തു. ഒരു സോറി കിട്ടിയാ മതിയല്ല. ല്ലേ ഇത് എന്താണ്? ഇവൻ ആരാണ് ഇവൻ? എടാ ബ്രൂസ് ലീഗ് ഇല്ലാത്ത മാസാണല്ലോ നീ ഇവിടെ അടിക്കുന്ന ഗ്യാങ്സിൽ നിന്ന്. എടാ അതിനല്ല നീ സോറി പറഞ്ഞത്. എന്നെ ഇല്ലാതെ ഫ്രണ്ട് വെച്ച് നീ എന്താണ് അവിടെ നിന്ന് എന്തൊക്കെ എന്നെ വിളിച്ച്? ഞാൻ ഒന്നും വിളിച്ചില്ല ബ്രോ, ഞാൻ ഇങ്ങോട്ട് തുടങ്ങിയത്. എടാ ഞാൻ കുണച്ചപ്പോ നീ തിരിച്ചു കുണച്ചില്ലേ? നീ അപ്പൊ നിന്റെ വായിന്ന് അപ്പൊ എന്താണ് വന്നത്? മാറ്റണ മറ്റേ നേരത്തെ പറഞ്ഞ സീൻ തന്നെ മാറ്റണ. പിന്നെ മുതുക്കി കിട്ടിയപ്പോ നേരെ എടുത്തോണ്ടെങ്കിൽ വന്നേ. ഒരു സോറി കിട്ടിയ മാറ്റണ. ഉമ്മാരെ തല്ലണമെന്നില്ല, ഒരു സോറി ചെയ്ത തെറ്റ്.
ഫുള്ള് വന്നിട്ട് ബ്രോ നിങ്ങളുടെ കൂടെ നേരത്തെ എന്നെ വണ്ടി ഇടിച്ച് ആരെന്ന് ചോദിച്ചോ റേഡിയോയില് ഞാൻ അത്ര സിറ്റുവേഷനൊക്കെ ഉണ്ടാക്കി പോയി ഇല്ല ചോദിച്ചോ ചോദിച്ചില്ല ആ 131 എന്ന് കയറിയേ അവിടെ എന്താ അപ്പൊ എണ്ണം കണക്ട് ചെയ്യാൻ പറഞ്ഞു എതിരാ 131 ആ കേറി ഹലോ ബ്രോ പറഞ്ഞോ സിറ്റുവേഷനോ ബ്രോ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ MX-13 നിങ്ങളുടെ ഒരു സാധാരണ പയ്യൻ അവന് TDM വണ്ടി സേവ് ചെയ്തിട്ട് നടന്നു വന്ന് TDM കളിക്കാൻ ബുദ്ധിമുട്ടാണ്. കാലിൽ എന്തെങ്കിലും പ്രശ്നം കാണും. അവൻ നേരെ വന്ന് TDMലുള്ള ഒരു 50 പേരെ ഇടിച്ച് കയറ്റി നേരെ വന്ന് അവൻ മറ്റേ TDM കളിക്കുന്നതിൻ്റെ അവിടെ കൊണ്ടാകും വണ്ടി നിർത്തി. എന്നിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പം ഞാനൊക്കെ വെറുതെ നിന്ന് എൻ്റെ നെഞ്ചത്തോട് വണ്ടി കയറ്റുക. ഒന്നാമത് നമ്മൾ വേറെ പള്ളി ഭ്രാന്ത് പിടിച്ച് നിൽക്കുവാണ് ബ്രോ. സമനില തെറ്റിയിരിക്കുവാണ് എൻ്റെയൊക്കെ. ഞാൻ അപ്പം ദേഷ്യത്തോടെ അവൻ്റെ അടുത്ത് നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവൻ്റെ ഭാഗത്ത് ഒരു സോറി എങ്കിലും കിട്ടിയാൽ മതി എന്നുള്ള പ്രതീക്ഷ പോയി. അങ്ങനെ എന്നപ്പോഴത്തേക്ക് അവൻ നേരെ മറ്റേ ഗുണാക്കേവിലൊക്കെ പോകുന്ന പോലെ നേരെ മറ്റേ കീഴത്തിൻ്റെ അകത്ത് കയറി. ഞാൻ പിന്നെ അത് രണ്ട് പറഞ്ഞ് ഞാനങ്ങ് വിട്ട്. അപ്പം പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇത് ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. ഇതിൻ്റെ പേരെന്താ? എൻ്റെ ഒരു സുകുമാൻ. ഞാനും ബില്ലുമോനും പോയപ്പോഴത്തേക്ക് സുകുമാൻ എടുത്ത് കാര്യം സൂചിപ്പിച്ചു. ഞാൻ ഇപ്പം ഇച്ചിരി റേസ് ആയാണ് സംസാരിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇനി അവനെ കണ്ട കർണത്ത് അടിക്കുമെന്ന് തന്നെ പറഞ്ഞത്. കാരണം എൻ്റെ വണ്ടിക്ക് നെഞ്ചത്തോടെ വണ്ടി കയറ്റിയതല്ലേ ബ്രോ. അപ്പോൾ തിരിച്ച് കർണത്ത് അടിക്കണ്ടേ? അല്ല ബ്രോയ്ക്ക് ഏതാ വേദന? കർണത്ത് അടിക്കുന്നതാണോ അതോ നെഞ്ചത്തോടെ വണ്ടി കയറ്റുന്നതാണോ? ഇല്ല ബ്രോ, ഒരു സോറി കിട്ടിയാൽ മതി ബ്രോ. അവനെ വേറൊന്നും ചെയ്യുന്നില്ല, സോറി കിട്ടിയാൽ മതി. അത് സോറി പറഞ്ഞാലേ വിടത്തുള്ളൂ. ഇല്ല അവൻ ഇവിടെ 2-3 ദിവസമൊക്കെ ഇവിടെ വയ്ക്കും. ഞങ്ങളിവിടെ നോക്കിക്കോളാം അവനെ. എന്താ രാണോ സംസാരിക്കാണ ബ്രോ? ആ വലിയ മനുഷ്യന്റെ ജേഴ്സിയാണ്. ജേഴ്സി നൂരോ? ജേഴ്സി നൂരോ? എന്താണ് ഇതൊക്കെ സുഭാഷേ? ഞാൻ പറഞ്ഞ എനിക്ക് എന്താ അറിയോ, ജയിച്ചു കിട്ടവന്മാരെല്ലാം ഓസ്റ്റയാവോ കേട്ടോ. ഇതേ ജയിച്ചു കിട്ട മണിയിൽ ഓസ്റ്റയായിരുന്നു. ജയിച്ചു കിട്ടവന്മാരെല്ലാം ഓസ്റ്റയാവുക. ഞാൻ നാളെ തൊട്ട് ആ ജയിച്ചു ഇടുക കേട്ടോ. വില്ലുമാൻ എന്താടാ? എടാ നീ ഇപ്പൊ സോറി പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ വിടും, അല്ലെങ്കിൽ നിനക്കും അടിയും കൊള്ളും, നിന്റെ കൂട്ടുള്ളമാർക്ക് എല്ലാവർക്കും നിന്റെ ഒരു സോറി. സോറി പറയേണ്ട കാര്യം എന്താ? നീ എന്റെ അടുത്ത് നീ ഓസ്റ്റയുടെ സോറി പറയേണ്ട റീച്ചാൻ പറയാം. ഒന്ന് നീ നിന്റെ കൂട്ടുകാർക്ക് വേണ്ടിട്ട് സോറി ആണോ നിർബന്ധിച്ചോണ്ടോ? നിന്നെ നിർബന്ധിച്ച് നിന്റെ കൂടുതലാണ് തള്ളി കാണിക്കുന്നത്. നിർബന്ധിക്കണ്ട. ഇവന്റെ തനി കോണം കണ്ടോടാ. ഇവന്റെ അമ്പിയെ പോലിരുന്നാണ്. കണ്ടല്ലോ ഇംഗ്ലീഷ്. ഇനി നീ കക്കൂസായിട്ട് ഇത്രയും നേരം വേണ്ട എന്ന് വിചാരിച്ചിരുന്ന പിള്ളേരെ വിളി ബ്രോ. അവൻ അനുസരണ ഇല്ല, മനസ്സിലായി? അവനെ ഇനി കക്കൂസും കഴിച്ച് കോണാനും കഴിച്ച് ഇവിടുത്തെ മറ്റേ ഇതാക്കിയേ വിടുന്നുള്ളൂ. എനിക്ക് അവനായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ? അല്ല മാറ്റണം ഡീലി മാറ്റണ ഡീൽ ചെയ്തൊക്കെ അവന്റെ അടുത്ത് സംസാരിക്ക. അണ്ണനല്ലേ സംസാരിക്കേ? ഇത് അവനാണ് സംസാരിക്കുന്നത്. ഓ GTX അവനാ. ഹലോ മച്ചാനെ. MX-13 രണ്ടാമത്തെ ഒരാളോ? രണ്ടാമത്തെ ആളാണ്. അവന്റെ സംസാരം കുറച്ച് കൂടുതൽ ബാക്കി എന്തിരുന്ന് വെച്ചാൽ നിങ്ങൾ ഇതാക്കോ. ശരി ഏതാ മാറ്റണ്ട? 2020 ഞാൻ ലാസ്റ്റ് ഈ മാസം കണ്ടത്. എടാ കണ്ണാപ്പി
എടാ ഇപ്പൊ എടാ, ഇവന്റെ അടുത്ത് ഇരിക്കാൻ പറയുമ്പോ നേരെ കക്കൂസിന്റെ ഉള്ളിൽ കയറി എക്സ്പേർട്ട് ആണല്ലോ. എടാ നീ ഇതിനു മുമ്പേ എടാ നീ ജീവിതത്തെ ആദ്യമായിട്ട് കക്കൂസ് എഴുന്നപ്പോഴാ കുട്ടാ? ജീവിതത്തിൽ നീ ആദ്യമായിട്ട് കക്കൂസ് എഴുന്നപ്പോഴാ? ഞാൻ ഇതുവരെ കഴിയിട്ടില്ല ബ്രോ, ഇതുവരെ അപ്പൊ കഴിയിട്ടില്ല. അപ്പൊ നിങ്ങളുടെ ഗ്യാങ് ഹൗസിൽ എങ്ങനെ ഗ്യാങ് എടാ ഇതിപ്പോ തെറ്റാണല്ലോ കേട്ടോ. അവന്റെ ഐശ്വര്യമായിട്ട് ജീവിയുടെ ഗ്യാങ്സ് തന്നെ കഴി തുടങ്ങി കേട്ടാ. എടാ കുട്ടാ കൊറേ പ്ലേയേഴ്സ് ഇവിടെ കഴിയുന്നുണ്ട്. ഞാൻ ഒരു കാര്യം പറയാലോ കുട്ടാ, നല്ല രാശി ഇവിടുന്ന് ഒന്ന് തുടങ്ങിയവരൊക്കെ രക്ഷപ്പെട്ടിട്ടേ ഉള്ളൂ. നല്ല രാശിയാടാ ഇവിടെ. ഇത് നല്ല എന്ത് ഓ ഇതാ പറ. കേക്കുന്നില്ലേ? നീ പറ. നീ അവനെ തീട്ടം കഴിയുമ്പം നിന്റെ ഒരു ഇത് കൂടെ വേണം, വാത്താളം കൂടെ വേണം, നല്ല അവന് കുറച്ചും കൂടി ഇതാവുള്ളൂ. നീ എന്താണ് വിളിച്ചത്? എന്നെ പട്ടിന്ന് വിളിച്ച പിന്നെന്താണ് വിളിച്ചത്? കണ്ടിന്നോ? കണ്ടി പട്ടി നടക്കുന്നവനെ നടക്കുന്നോ? നീ ഇപ്പൊ പട്ടി കഴുകുന്നവനാണ്. ഈ ക്ലോസറ്റ് ആടാ, മനസ്സിലായി? ഇവിടെ വളർത്തുന്ന പട്ടികളുണ്ടല്ലോ ഉണ്ടോ, അവര് തൂർന്ന ക്ലോസറ്റ്, അവിടാണ് നീ കഴുകുന്നത്, മനസ്സിലായോ? കേട്ടോടാ? ആ കേട്ട് എന്റെ കണ്ടി നീ മുന്നേ ഏത് ഫാമിലിയിലായിരുന്നടാ? ഇവൻ മുന്നേ ആർപ്പിക്കിന്റെ ഷോറൂമിലായിരുന്നു കഴുകട്ടല്ലോ. ഏത് ഫാമിലിയിലായിരുന്നു ബ്രോ? ഞാൻ VNV-ലും CP BNB-ലെ പോടില്ലല്ലേ? പോടില്ലല്ലേ? VNV ഉണ്ട്, VNV ഉണ്ട്. BNB-ക്കൊക്കെ ഇട്ട പേര് BNB-ക്കല്ല, CP-ക്കൊക്കെ ഇട്ട പേര് വേറെയാണ്. ബീനൊക്കെ പോവാൻ നിക്കാം, ഫ്ലൈറ്റ് പിടിക്കും. അറിയത്തില്ല. ഇപ്പൊ MX-13 പോവോ? നീ കേറുന്ന ഇപ്പം നീ എന്തേലുമൊക്കെ തിരിച്ചു പറ. നമ്മളെ നമുക്കൊരു ഓളം വേണ്ടേ? എന്തേലൊക്കെ പറ. ഒരു ഓസ്ട്രേലിയ ഒരു ഓളം വേണ്ടേ? ഒരു പാട്ട് പാടിയിട്ട് നീ ഒന്ന് കഴിക്കോ. പാട്ട് പാടണം? ഏത് പാട്ട് പാടണം? നിന്റെ ഇഷ്ടം, നിന്റെ പാടിക്കോ. പാട്ടങ്ങ് പാടറാ. കണ്ണ ഞാൻ കേക്കട്ടെ, കൊറേ നാളായിട്ട് ഒന്ന് കേക്കട്ടെ ഞാൻ. കണ്ണ ഇങ്ങോട്ട് വന്നേ. പാട്ട് പാടാൻ അറിയത്തില്ല, അതാണ്. കേക്കാൻ വേണ്ടി കാത്തിരിക്കില്ലേ? എന്ത് എടാ എന്തായാലും എടുത്തൊന്ന് മാറ്റണ ഇവനൊന്ന് എന്തേലും പറയണ്ടേ? മാറ്റണ ഇവൻ ഇങ്ങനെ നിനക്ക് കഴിവുള്ളത് വാർത്താണ്ടല്ലേ. ചില സമയത്ത് ഇവനൊക്കെ മനസ്സിലായോ? മാറ്റണ കിടന്ന് ഉണയ്ക്കും. ഇവനെ സോറി പറഞ്ഞിട്ട് അറിയാം, അതാണ് ഏറ്റവും ബെസ്റ്റ്. ഇവനെ സോറി പറഞ്ഞു. ഇനി നമ്മൾ പറയാന്ന പോലെ പറയണേ. പറയാം. സോറി കണ്ണാന്ന് പറ, എന്നിട്ട് അങ്ങോട്ട് കഴിയും. സോറി കണ്ണ. സോറി കണ്ണ. അവസ്ഥ ചന്തി സോറി പറയണം. ഞാൻ എനിക്കെങ്ങാണ് ഇങ്ങനെ ഒരു അവസ്ഥ എടുത്ത് ഞാൻ പോയി ചത്തര മാറ്റണ. അവസ്ഥ വല്ലാത്തൊരു ജീവിതം തന്നെ കേട്ടോ, വല്ലാത്തൊരു ജീവിതം തന്നെ കേട്ടാ. പറ ഡയലോഗ് വേണം. സോറി കണ്ണ. എടാ ഇതേ സോറി അല്ലേ നിന്റെ അടുത്ത് വെളിയിൽ നിന്ന് മാന്യമായിട്ട് ഞാൻ പറയാൻ പറഞ്ഞത്? ഇതേ സോറി ഇതൊക്കെ കഴുകേണ്ട അവസ്ഥ വന്നതിന്. ഇതിപ്പോ ഒറ്റ വാക്കി നീ അവിടെ വെച്ച് പറഞ്ഞായിരുന്നു, ഇതിപ്പോ പ്രശ്നം തീരത്തില്ലായിരുന്നോ? എടാ നീ എന്നെ നീ പിന്നെ ചോദിച്ചില്ല നീ എന്തിനാ എന്റെ അടുത്ത് സോറി പറഞ്ഞെന്ന്? എടാ വേറെ ഒന്നും ഒറ്റ കാര്യം കൊണ്ടതല്ല, നീ അവിടെ വെച്ച് എന്നെ പറ്റേ കണ്ടി പട്ടി ഇതൊക്കെ വിളിച്ചില്ലേ, അതിനാണ് ഞാൻ നിന്നെ കൊണ്ട് സോറി അറിയിപ്പിച്ചത്. ഇപ്പൊ മനസ്സിലായോ എന്തിനാ സോറിന്ന്? നിർത്തണ്ട, സോറി കണ്ണാതെ കണ്ടിന്യൂസ് ആക്കിയോ. സോറി കണ്ണ. മതി പല്ലൊക്കെ കടിച്ചു പിടിച്ച് പറയണ്ട, ദേഷ്യം വരുന്നത് നമുക്കറിയാം. ഇല്ല പല്ലൊന്നും കടിച്ചു വെച്ചില്ല. മാനിന കഴിച്ചത് നിർത്തിയടാ. എനിക്ക് തന്നെ എന്തോ ഒന്ന് മാറ്റണ. എടാ നീ കഴിഞ്ഞ ആഴ്ച VNV-ലായിരുന്നോ? ആഴ്ച മാറൂല്ലേ? ഓന്തോ ഓരോന്ന് ചെയ്യുമ്പോഴൊക്കെ ആദ്യം ചിന്തിക്കണേ. ഇതിപ്പോ എന്ത് പറയാൻ, ഒരു സോറി പറഞ്ഞാൽ തീരാന്ന പ്രശ്നം. കക്കൂസും കഴിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും ആവശ്യം ഉണ്ടായിരുന്നില്ല. താദിയുടെ വന്നപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ മാനിയായിട്ട് സംസാരിക്കും. ഒരാവശ്യമില്ല. ഇത് അവിടെ വെച്ച് തരണം തോന്നി, എപ്പോഴാ തരാൻ പറ്റിയ? അങ്ങനെ ആ ഒരു സൈഡ് ചെരിഞ്ഞു പോയാൽ ഹലോ. ഓ പറയണ റെസ്ട്രിക്ഷൻ വലിച്ചു കൊടുത്ത VNV-ന്ന്. ആണോ? അങ്ങനെയാണോ? പെയ്യ വിട്ടാ മതി കേട്ടോ. സ്നൈപ്പിനെ ഒന്ന് വിളിച്ചേ. റെസ്ട്രിക്ഷൻ വലിച്ചു കൊടുത്തവനാന്ന്.
സ്നൈപ്പിന് റെസ്ട്രിക്ഷൻ ഗ്യാങ് റെസ്ട്രിക്ഷൻ മേടിച്ചു കൊടുത്ത് പിന്നെ എത്ര ദിവസം 7 മാസം കിട്ടിയല്ലോ സ്നൈപ്പിന്റെ VNB ആണല്ലേ? കഴിഞ്ഞുട്ടാ. ആഹാ അങ്ങനെയാണല്ലേ? ആ ബാക്കിലത്തെ ക്ലോസറ്റിലൂടെ ഒന്ന് അവനെ കയറ്റിയേ. കൂട്ടിൽ ബ്രോ എങ്ങനെയാ ബ്രോ? ദേഷ്യം വരുന്ന കൂട്ടത്തിലാണോ? ദേഷ്യം ബ്രോ ഇങ്ങോട്ട് ദേഷ്യം വരും. അങ്ങോട്ട് കൊണച്ചാ തിരിച്ചു കൊണക്കുന്നാണോ? അങ്ങോട്ടോടച്ചങ്ങ് പറഞ്ഞോ. അതെങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത്? തല്ലോ ബ്രോ? കൈ വെക്കുവോ അതോ വേറെ രീതിയിലാണോ റിയാക്ട് ചെയ്യുന്നത്? എങ്ങനത്തുള്ള രീതിയിലായിരിക്കും റിയാക്ട് ചെയ്യുന്നത്? അടിക്കും ബ്രോ. അടിക്കോ 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 അടിക്കോ? അടിക്കണേടാ, നമ്മളടിക്കണം. നീ 5 ഇഞ്ച് അടുത്തുനിന്ന് മാറിന്നേക്കാ. തീട്ടോടെ എപ്പോഴും ഉണ്ട് കയ്യില്. വാഷ് മെഷീൻ കാണിച്ചിട്ടില്ലടാ എടാ കടല് നല്ലോണം കറപ്പിട്ട് പോയിരുന്നു തുടച്ച കഴിവിയ അടിക്കാനുള്ള തരിപ്പങ്ങ് മറ്റേ തുടച്ചിട്ട് ടാറ്റൊക്കെ അടിച്ച് വട്ടച്ചൊറി പോലെ ഇരുമുണ്ട് കേട്ടോ കാലില്. കഷ്ടം തന്നെ. അത് തീട്ടല്ലായിരുന്നു അത്. ഇല്ലല്ലേ കൊല്ലല്ലേ രാണത് നൈസായിട്ട് അവൻ്റെ അടുത്ത് ഇതിലെടുത്ത് ഇച്ചിരി ദൂരെ പോയൊക്കെ. ദൂരെ പോയി സുഖാണോ പിന്നെ? എടാ എന്റെ സ്ഥിരം പരിപാടി ചെയ്യിപ്പിക്കട്ടെ ഞാൻ. ആ ഫിയറൊന്നും കാണിക്കില്ലായിരുന്നു. 5 മിനിറ്റ് സോറി പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞു നിന്ന്. ഇപ്പൊ കുറച്ചു നേരം കൂടെ നിൽക്കട്ടെ. നിങ്ങളെല്ലാരും നിർബന്ധിച്ചോണ്ട് ഞാൻ വേണേ ഒരു സോറി പറയാന്ന്. അവരുടെ അടുത്ത് മാന്യമായിട്ട് സോറി പറഞ്ഞ ഇപ്പൊ നിന്നെ വിടുമെന്നാ പറഞ്ഞത്. അവൻ നമ്മളിപ്പോ നമ്മുടെ പിള്ളേർക്ക് പറഞ്ഞു നിൽക്കുമല്ലോ. മഞ്ഞല്ലേ നീല ഉള്ളി വേണം. ഏത് മുളക്? ഇങ്ങനൊക്കെ അല്ലേടാ ശീലമാകുന്നേ. നീ തുടങ്ങണം. നിങ്ങൾ എൻജോയ് ചെയ്യടാ. നിങ്ങളെ കാലഘട്ടം ഇല്ലേ ജുഗു? ഞാൻ അറിഞ്ഞില്ലല്ലോ എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളായി കൈ കഴിക്കുന്നതാ. തിരുമലാന്നോ എന്താ ചിക്കൻ കറി കല്ലിട്ട് ഉറക്കാനല്ല, കൈയിട്ട് ഉറക്കാനല്ല. അറിഞ്ഞൂടാ ഇങ്ങനൊക്കെ അല്ലേടാ പഠിക്കുന്നത്. നീ എങ്ങനെ പഠിക്കുന്നത്? അങ്ങോട്ട് ചെയ്യ്. പഠിച്ചു വലിയ ആളാവാനുള്ളതല്ലേടാ. പഠിക്കേ. അതെങ്ങനെ പറഞ്ഞ ഉണ്ടാക്കി നീ സീനാണ്. പിന്നല്ല സത്യല്ലേ? അങ്ങോട്ട് അടിച്ച് കൊടുത്തല്ലേ സ്റ്റോറിയൊക്കെ. നമ്മളൊന്നും ചെയ്തില്ല. ആദ്യം ചിക്കൻ കഴിയണം. അത്രയോ എന്നിട്ട് മസാല വരട്ടി സത്യല്ലേ? വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? കണ്ടീന്ന് പറ്റീന്ന് കളിക്കട്ടെ. അത് നീ വേറെ എന്റെ അടുത്ത് തന്നെ കറക്റ്റ് എത്തിയല്ലോടാ. ദൈവം നിന്നെ എന്റെ അടുത്ത് തന്നെ കൊണ്ടെത്തിച്ചല്ലോ. പക്ഷെ നീ ഇവിടെ വരെ വരുന്നവരെ എനിക്കൊരു കാര്യം പറഞ്ഞോളൂ. നീ ഇത്രയും വേണ്ടപ്പെട്ടവരാണ്. 4 മിനിറ്റ് കൂടെ ഉണ്ടോ? 4 മിനിറ്റ് ഉണ്ടോ? അപ്പൊ എടാ അവിടെ വെച്ച് പാട്ട് ആരും കേട്ടില്ലടോ. ഒരു വട്ടം കൂടി പാടുവോ? ഓ പാടാം. ആ പാട്ടന്നെ പോരെ? ആ പാട്ടന്നെ മതി. ആ പാട്ടം. വെണ്ണില ചന്ദന കിണ്ണം കവറക്കെട്ടി 2 പേരും കയ്യിൽ മെല്ലെ എടാ നമ്മുടെ അലക്സിനെ വെല്ലുവിളിക്കില്ലടാ പാട്ടിന്. കോമ്പറ്റീഷൻ സ്നൈപ്പറില്ല. ചിക്കൻ കറി എന്ത് നീ മസാല വരട്ടണം. കുറച്ചേരം ഫ്രിഡ്ജ് വെക്കണം. അപ്പോഴത്തേക്ക് മറ്റേ ഫ്രിഡ്ജിലൊക്കെ വെച്ച് അടുപ്പ് കത്തിച്ച് തുടങ്ങി. അടുപ്പ് പെട്ടെന്ന് ഉണ്ടാക്കണ 2 മിനിറ്റ്സ് ചിക്കൻ കറിയാ. പെട്ടെന്ന് ഉണ്ടാക്കണ. ഉള്ളിലേക്ക് ഇട്ട് ചിക്കൻ എടുത്ത് വേവിക്കണം ആദ്യം. എന്നിട്ട് കുറച്ചുകൂടെ സ്പീഡ് ഉണ്ടാക്കണേ. 2 മിനിറ്റ് ചിക്കൻ കറിയാന്ന് പറഞ്ഞില്ലേ? നീ കയ്യടി വേണ്ട ഇതൊക്കെ ഉണ്ടാക്കുന്നതിന് മുന്നേ. ഗാർലിക് പേസ്റ്റ് ഒക്കെ ഉണ്ടോ? അത് കാലിലുണ്ട് ഗാർലിക് പേസ്റ്റ് ധാരാളം. അറിഞ്ഞൂടാ. ഇല്ല അറിഞ്ഞൂടാ. അറിഞ്ഞൂടാ അല്ലേ?
ബാക്കി ചേട്ടാ ബാക്കി ചേട്ടാ വന്നില്ല ഷുഗറേ എങ്ങ പൂളിയാക്കണടാ അവനെ അങ്ങ് ലാസ്റ്റ്. ആ പിന്നെ തക്കാളിയൊക്കെ ഉണ്ട് ആ പിന്നെ കുറച്ച് സ്റ്റവ് വെച്ചാൽ മതി. വെള്ളം ഒഴിച്ച് സ്റ്റവ് വെള്ളം ഒഴിച്ച് സ്റ്റവ് വെച്ച് കഴിഞ്ഞാൽ റെഡി ആയി വരും. രാജ് പറഞ്ഞായിരുന്നു ചിക്കൻ ഇടണ്ടേ സ്റ്റൗവിനകത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ആദ്യം കുറെ ടൈം വേസ്റ്റ് ചെയ്തെന്ന് തോന്നുന്നു. ടേസ്റ്റ് നോക്കി ആ നീ ടേസ്റ്റ് ചിക്കൻ കറിയും സാമ്പാറും ഇനി എന്തൊരു കൂട്ടി തിന്നോടാ. ചോറുണ്ടാക്കണ്ടേ? ചോറ് പിന്നെ വേറെ ചോറുണ്ടാക്കോ? ആ ചോറ് ആദ്യം ഇന്നലെ ഉണ്ടാക്കി വെച്ചായിരുന്നു. ആണോ? പഴകി പോയി കാണൂടാ, വേറെ ഉണ്ടാക്കണ്ടേ? പുതിയ ചോറാണോ? പുതിയ ചോറ്. എടാ ഈ ചിക്കൻ കറി കേസ് എന്താ എനിക്ക് മനസ്സിലായില്ല. എല്ലാവർക്കും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കോ. സംഭവം ഞാൻ പണ്ട് മറ്റേ BNB ഇല്ലേ ഗ്യാങ്ങില് ഇഗ്രുവിനാണെന്ന് തോന്നുന്നു ഹോസ്റ്റേജ് അടിച്ചോണ്ട് പോയപ്പോ ആ പയ്യനാണ് ഈ പറഞ്ഞ ചിക്കൻ കറി ഉണ്ടാക്കാൻ മനസ്സിലായി. ജിഗുറിനെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ആ ചിക്കൻ കറി ഉണ്ടാക്കാൻ ചെയ്യിപ്പിച്ചല്ലേ? ചെയ്യിപ്പിച്ച് എന്നിട്ട് ഇത് ചെയ്യടാ അത് ചെയ്യാന്ന് പറഞ്ഞവനാണ് ഇപ്പൊ ഇരുന്ന് കഴിവണം ചിക്കൻ കറി. അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുത്തോണ്ട് അവനാണ് ഇപ്പൊ ഇരുന്ന് കഴിവണം അവിടെ. ഓക്കെ അങ്ങനെ ഓക്കെ. ആൾക്കാർക്ക് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ട് എന്താ സംഭവം. ഓൾ ക്ലിയർ. അപ്പോഴത്തേക്ക് അരി വെന്ത് വന്നു. അവനെ നിർത്തി കത്തിച്ചോടാ. നിർത്തി കത്തിക്കോ. പൂള് എന്താ ജുഗുറു തീർക്കടാ. ജുഗുറു നിർത്തി കത്തിക്കടാ. ജുഗുറു അങ്ങനെ കൊല്ലല്ലേ ഞാൻ കത്തി വെച്ച് കുത്താൻ നോക്കിയതല്ലടാ. നിക്കണ നിൽപ്പ് കണ്ടോട്ടെ. നമ്മുടെ വീട്ടിലെ പിള്ളേരടുത്ത് പറയുന്നത് മനസ്സിലാടാ. അതാ ഒന്ന് മാറി മേല ജീവിതത്തിൽ നീ ചിക്കൻ കറി കഴിച്ചേക്കരുത്. ഇന്നോട്ടവൻ ചിക്കൻ കറി കൈ കൊണ്ട് കൊടുത്തില്ല. ട്രോമയായി പോയി. ട്രോമറ്റൈസ്. ബാബു